പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തീർക്കാൻ നോക്കാം. കാരണം ഇത് ഓരോരുത്തരുടെയും ക്ലാസ്സുകൾ ഇതിൽ ആദ്യകർത്താവ് വളരെ കഷ്ടപ്പെട്ട് ആണ് കൊണ്ടുവരണത്. അപ്പോൾ അവർക്കെല്ലാം അത് ചിലപ്പോൾ വളരെ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ മാക്സിമം നോക്കാം. ഇന്നുകൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ ഇന്നുകൊണ്ട് തീർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് തീർക്കാം. ശരിക്കും രാമാനുജാചാര്യരുടെ ജീവചരിത്രം എന്ന് പറയുമ്പോൾ വളരെയധികം അത്ഭുതങ്ങളും വളരെയധികം സങ്കീർണമായ സാഹചര്യങ്ങളും ഒക്കെ നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നോളം വന്നിട്ടുള്ള ആചാര്യന്മാരുടെ ജീവചരിത്രങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നിറഞ്ഞ ഒരു ആചാര്യന്റെ ജീവിതം നമുക്ക് കാണാനേ പറ്റില്ല. അത്രമാത്രം നിങ്ങൾ ഈ 5-6 ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. അത്രമാത്രം സംഭവ ബഹുലമായിരുന്നു രാമാനുജാചാര്യരുടെ ജീവചരിത്രം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരുദിനതാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വര നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ജയപതാക സ്വാമിനിധി നാമിനേ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം രാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂരത്താഴ്വാറിന്റെ കണ്ണ് നഷ്ടപ്പെട്ടത് തിരിച്ച് ഭഗവാനോട് ചോദിക്കാൻ രാമാനുജാചാര്യർ പറയുന്നു. അപ്പോൾ രാമാനുജാചാര്യരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താണ് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ കൂരത്താഴ്വാരോട് ചോദിക്കുമ്പോൾ എനിക്കും എൻ്റെ ഗുരുവായ രാമാനുജാചാര്യരുടെ ഗുരുവായ പെരിയ നമ്പിക്കും ഇത്രയും ക്രൂരമായ ഇതെല്ലാം കുറ്റങ്ങൾ ചെയ്ത ആ നാളൂരാൻ മോക്ഷം കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ ഞാൻ തന്നിരിക്കുന്നു, വരം തന്നിരിക്കുന്നു എന്ന് പറയുകയും കൂരത്താഴ്വാരുടെ ആ നല്ല മനസ്സ് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആഗ്രഹമായ ഗുരുവിനെയും പെരുമാളെയും ഭഗവാനെയും കാണാനുള്ള ഒരു സ്പെഷ്യൽ കഴിവ് കൂടി, ഒരു ദർശനം കൂടി ആർക്ക് കൊടുക്കുന്നു? കൂരത്താഴ്വാർക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കിനി കാണേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാനേക്കുള്ള ഒരു ദിവ്യ ചക്ഷുസ്, ഒരു പ്രത്യേക കാഴ്ച ശക്തി അദ്ദേഹത്തിന് ഭഗവാൻ കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വരദരാജ പെരുമാൾ സ്തവം ചൊല്ലുന്നു. അങ്ങനെ അദ്ദേഹം രാമാനുജാചാര്യരെ നമസ്കരിക്കുന്നു. ഗുരു ഭഗവാനെ കാണാനുള്ള അവസരം അദ്ദേഹത്തിന് അതിനുശേഷം കിട്ടുന്നുണ്ട്. രാമാനുജാചാര്യര് ഈ കൂരത്താഴ്വാരുമായിട്ട് പിന്നെ ശ്രീരംഗത്ത് തന്നെ വളരെയധികം കാലം ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞുപോയി. വയസ്സ് 100 കഴിഞ്ഞു രാമാനുജാചാര്യർക്ക്. അങ്ങനെ വൈഷ്ണവം സിദ്ധാന്തം ലോകം മുഴുവൻ പടർത്താനായിട്ട് അദ്ദേഹം 74 സിംഹാസന അധിപതികളെ നിയമിക്കുന്നു. അങ്ങനെ വൈഷ്ണവ സമ്പ്രദായത്തെ വളർത്താൻ വേണ്ട കാര്യങ്ങൾ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈഷ്ണവ തത്വം പ്രചരിപ്പിക്കാനും എല്ലാവരെയും കൃഷ്ണ ഭക്തരാക്കി മാറ്റാനും എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരികെ പോകാനും നിയമങ്ങളെല്ലാം അനുസരിച്ച് അവർക്ക് ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ട് രാമാനുജാചാര്യർ തൻ്റെ വൈഷ്ണവ സിദ്ധാന്തം ഈ ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് 74ഓളം സിംഹാസനാധിപതികളെ, മഠാധിപതികളെ അദ്ദേഹം നിയമിച്ചു.
ഈ കാലത്ത് രാമാനുജാചാര്യരുടെ മറ്റ് ആചാര്യന്മാരെല്ലാം മരണമടഞ്ഞു. ആൾറെഡി നമ്മൾ കണ്ടു, പെരിയ നമ്പി മരിച്ചു. പിന്നെ ആരാണ്? പിന്നെ തിരുക്കോഷ്ടി നമ്പി, തിരുമാളൈ ആണ്ടാൻ, തിരുവരങ്ക പെരുമാളരയൻ, പെരിയ തിരുമലൈ നമ്പി, ഇവരെല്ലാം ബാക്കിയുള്ള കാലങ്ങളിൽ മരിക്കുകയാണ്. അങ്ങനെ രാമാനുജാചാര്യർക്ക് മനസ്സിൽ വല്ലാത്ത വേദന വന്നു തുടങ്ങി. തൻ്റെ പ്രിയ ഗുരുക്കന്മാരെല്ലാം ഓരോരുത്തരായിട്ട് തന്നെ വിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ എങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണ്, മാനുഷികമായ ഹൃദയങ്ങളുള്ളവരാണ്. പ്രത്യേകിച്ച് ഭക്തർക്ക് എല്ലാവരോടും വല്ലാത്ത അനുകമ്പയും സ്നേഹവും കാരുണ്യവും വല്ലാത്ത അടുപ്പവും ഒക്കെ വച്ചു പുലർത്തുന്നവരാണ്. അവർക്ക് തത്വം അറിയാം. ഈ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, ആത്മാവ് ശാശ്വതനാണ്. വ്യത്യസ്തങ്ങളായ ശരീരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. 84 ലക്ഷത്തോളം ജീവർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ശരീരം. ഇത് കൂടാതെ മരണശേഷം പുത്രനിൽ നിന്നും ലഭിക്കുന്ന പിണ്ട ശരീരം, അതുകൂടാതെ സൂക്ഷ്മ ശരീരം, മനസ്സ് ബുദ്ധി അഹങ്കാരത്തോടു കൂടിയ സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞിട്ട് പാപികൾക്ക് നരകലോകത്തേക്ക് യാത്ര ചെയ്യാനും അവിടെ നരകയാതന അനുഭവിക്കാനും വേണ്ടിയുള്ള യാതന ശരീരം. പുണ്യം ചെയ്തവർക്ക് ദേവഗന്ധർവാദി അപ്സര സ്ത്രീകളുടെ അടക്കമുള്ള സ്വർഗീയ ലോകത്തെ ആൾക്കാരുടെ ശരീരം. അത് കഴിഞ്ഞിട്ട് നരകത്തിലുള്ളവർക്ക് തന്നെ നരകയാതനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിതൃശരീരം, പിതൃക്കളുടെ ലോകത്ത് കഴിയേണ്ടവർ. അത് കഴിഞ്ഞ് തങ്ങളുടെ മുൻ ചെയ്തികൾക്ക് അനുയോജ്യമായി അതിനുള്ള തിരിച്ച് അതൊക്കെ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരം അത് സ്വീകരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ ഒരു ആത്മാവ് സ്വീകരിക്കുന്നു. പക്ഷേ ആത്മാവിന് ഒരു മാറ്റവുമില്ല. ആത്മാവ് ശാശ്വതനാണ്. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സ് ആണ്. ഭഗവാന്റെ എല്ലാ ക്വാളിറ്റിയും എല്ലാ ഗുണങ്ങളും ആത്മാവിനുണ്ട്. പക്ഷെ ഒരിക്കലും ആത്മാവ് പരമാത്മാവില്ല. കാരണം കടൽ വെള്ളം കടലും രണ്ടും രണ്ട് തന്നെയാണ്. എന്നാൽ ഒന്നാണോ എന്ന് ചോദിച്ചാൽ ക്വാളിറ്റിയിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ കടൽ വെള്ളത്തിൽ ഒരിക്കലും ഈ കടലിലുള്ള എല്ലാം ഇല്ല. അല്ലെങ്കിൽ കടലെന്ന് പറയുന്നത് അനന്തമാണ്. ഭഗവാനും അനന്തമാണ്. ഭഗവാന്റെ നിറം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. നീലാകാശത്തിന്റെയും നീലക്കടലിന്റെയും വർണ്ണമാണ്. അനന്തതയുടെ നിറമാണ് നീല കളർ. അപ്പോ ഭഗവാനെ നമുക്ക് ഒന്നിലും കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റില്ല. നമുക്ക് ഒരു നിർവചനം കൊടുത്തിരുത്താൻ പറ്റുന്ന ആളല്ല ഭഗവാൻ. ആദിയും അന്ത്യവും ഇല്ലാത്ത ആളാണ്. ഭഗവാന്റെ ആ ശക്തിവിശേഷത്തിന് മുമ്പിൽ ജീവാത്മാക്കളായ നമ്മൾ വെറും അണുക്കൾ, വെറും നിസ്സാരരാണ്. പക്ഷെ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ആത്മാക്കൾക്കുണ്ട്. ഭഗവാനെ പോലെ ഭഗവാൻ ശക്തിമാനാണ്. അറിയാം, 7 ദിവസം ചെറുവിരലിൽ ഗോവർദ്ധനഗിരി ഉയർത്തി നിർത്തിയ ആളാണ് ഭഗവാൻ. നമ്മളെ കൊണ്ട് ഒരു ചുടുകട്ട പോലും, ഒരു 7 മിനിറ്റ് പോലും അല്ലെങ്കിൽ 7 സെക്കൻഡ് പോലും എടുത്തുയർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ശക്തിയുണ്ട്. ഭഗവാൻ കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാതിരു പുരുഷമഹം ഭജാമി. കോടിക്കണക്കിന് കന്ദർപ്പന്മാരെ കാമദേവന്മാരെ വെല്ലുന്ന സൗന്ദര്യമുള്ള ആളാണ് ഭഗവാൻ. പക്ഷെ നമുക്കത് എത്രത്തോളം സൗന്ദര്യമൊന്നും ആർക്കുമില്ല. ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ എത്രയോ ലക്ഷത്തിലൊരു അംശം മാത്രമേ നമുക്കുള്ളൂ. ഭഗവാൻ ജ്ഞാനിയാണ്, വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം ഭഗവത്ഗീത വെറും 45 മിനിറ്റ് കൊണ്ട് ഉപദേശിച്ചു. 64 കലകൾ 64 ദിവസം കൊണ്ട് നേടിയെടുത്തു. കലകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? രാജഭരണം, ദൂത്, സൗന്ദര്യ, ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ ആശാരിപ്പണി, കൊല്ലപ്പണി, തട്ടാർപ്പണി, ഇങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ, പൂജാരീതികൾ, ദൂതിന് പോകുമ്പോൾ എന്തൊക്കെ പറയണം, ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം,
ഇങ്ങനെ തുടങ്ങിയുള്ള പിന്നെ നൃത്തം, ഗാനം, മാജിക്, ഇതെല്ലാം ഈ 64 കലകളിൽ വരും. ഈ 64 കലകളും ഭഗവാൻ 64 ദിവസം കൊണ്ടാണ് സാന്ദീപനി മുനിയിൽ നിന്നും പഠിച്ചത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ 64 ദിവസം പോലും വേണ്ട, കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ലോകർക്ക് വേണ്ടി ഭഗവാൻ പഠിക്കാൻ പോയില്ലെങ്കിൽ നമ്മളും നമ്മുടെ വെച്ചാൽ ഈ പിൽക്കാലത്തുള്ള ആൾക്കാരും പറയും, എന്തിനു പഠിക്കാൻ പോകണം, ഭഗവാനെ പഠിച്ചില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണം എന്ന് ചോദിക്കുന്ന ഒരു ഒരു സമ്പ്രദായം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പഠിക്കാനായിട്ട് പോയത്. അദ്ദേഹം ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഭഗവാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ പൂജ ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്കും രാവിലെ 3 ത്രിസന്ധികളിലും ഭഗവാൻ പൂജ ചെയ്യുമായിരുന്നു. അങ്ങനെ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇന്ന് നമ്മളുടെ ഗുരുവായൂരിൽ കാണുന്ന വിഗ്രഹം. ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ ലീല അവസാനിച്ച് തിരിച്ച് ഭഗവാൻ പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട് അദ്ദേഹം ഇത് പറയുന്നു, ഈ വിഗ്രഹം ഇങ്ങനെ പൊങ്ങി വരും, ദ്വാരക കടലിലാകും. അപ്പോൾ ഈ വിഗ്രഹത്തിനെ എടുത്ത് വായുദേവനും ദേവഗുരു ബൃഹസ്പതിയും ചേർന്ന് ഭൂമിയിൽ അനുയോജ്യമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും അതിനനുസരിച്ച് അവർ ആ വിഗ്രഹവുമായിട്ട് ഇങ്ങനെ ഭൂമിയിൽ ദ്വാരക എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ നിന്നും അങ്ങനെ ആകാശമാർഗം വരുന്ന വഴിക്ക് നമ്മുടെ ഗുരുവായൂർ, ഇന്ന് കാണുന്ന ഗുരുവായൂർ ഭാഗത്ത് വളരെ ദിവ്യമായിട്ട് വലിയ ശോഭിക്കുന്ന ഒരു സ്ഥലം കാണും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഭഗവാൻ ഇരുത്താം എന്ന് വിചാരിച്ച് അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ മറ്റൊരു കുടുംബം അവിടെ ഇരിക്കുന്നു. ആരാണ്? മഹാദേവനും പാർവതി ദേവിയും ഒക്കെ മക്കളുമായിട്ട് അവിടെ കഴിയുന്നു. പെട്ടെന്ന് വായുദേവനെയും ബൃഹസ്പതിയും കണ്ട മഹാദേവൻ എന്താണ് ഇവിടെ വരാൻ കാരണം, കയ്യിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഭഗവാന്റെ വിഗ്രഹമാണ്, ഭഗവാൻ ഭൂമിയിൽ അനുയോജ്യമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞതാണ്, പ്രതിഷ്ഠിക്കാം എന്ന് കരുതി വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ശരി ഞങ്ങൾ വേറെ സ്ഥലം നോക്കി പോകാം എന്ന് പറയുമ്പോഴല്ല, ഭഗവാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് ഭഗവാൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് ഭഗവാൻ ഇരിക്കേണ്ട സ്ഥലം, ഞങ്ങൾ തൊട്ടപ്പുറത്ത് മമ്മിയൂരിലേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് മഹാദേവനും പാർവതിയും കുടുംബവും എല്ലാവരും കൂടി നേരെ കാളയും കൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോയി, മമ്മിയൂരിലേക്ക് പോയി. അങ്ങനെ ഭഗവാന് അവിടെ ഇരുന്നു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവായൂരായി. ഭഗവാൻ ഡെയിലി ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവായൂരുള്ളത്. അപ്പോൾ ഭഗവാന് വേണ്ടി മഹാദേവൻ ആ സ്ഥലം വിട്ടു പോയത് കൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, എന്നെ കാണാൻ വരുന്നവർക്ക് എന്റെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ തൊട്ടരികിലുള്ള മമ്മിയൂർ മഹാദേവനെ കൂടി കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾ ഗുരുവായൂർ വന്നതിന്റെ സമ്പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു നന്ദി പ്രകടനമാണ് ഭഗവാൻ അതിലൂടെ കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ എല്ലാം ഈ നമുക്ക് വേണ്ടി എല്ലാം കാണിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ ശക്തിവിശേഷം അത്ര വലുതാണ്, ഭഗവാന്റെ ജ്ഞാനം അത്ര വലുതാണ്, അതിന്റെ ഒരു തുള്ളി പോലും നമുക്ക് കിട്ടും. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം നാളെ നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കണമെന്ന് പോലുമില്ല, അത്ര ഓർമ്മക്കുറവുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ഭാവി, ഭൂത, വർത്തമാന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും പോലെ ഉണ്ട്. അർജുനന്റെ അടുത്ത് പറയുന്ന, അർജുന നീയും ഞാനും ഈ കാണുന്ന സൈന്യങ്ങളും എല്ലാം മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, നാളെയും ഉണ്ടാകും. ഇത് നിനക്കറിയില്ല, എനിക്കറിയാം. അതുകൂടാതെ ഞാൻ സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നു, അങ്ങ് ഇപ്പോഴല്ലേ അവതരിച്ചത്, പിന്നെ എങ്ങനെ അങ്ങ് ഇത്രയും വിവസ്വാനം എന്ന് പറയുന്ന സൂര്യദേവൻ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എങ്ങനെ ഇത് ഉപദേശിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അന്ന് ഞാനുണ്ടായിരുന്നു, അന്ന് നീ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്കറിയില്ല. ഞാനിത് നമ്മളെല്ലാം ഭഗവാന്റെ സൃഷ്ടി ഭഗവാന്റെ കാലത്തും മുതലേ ഉള്ളതാണ്. നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം ഉള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ തന്നെ സ്വന്തം അസൂയ, അഹങ്കാരമൊക്കെ കൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് വന്ന് നിബന്ധിച്ചതാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതിന് പകരം പലരും വീണ്ടും ഇവിടെ കിടന്ന് മത്സരവും മതവും ഒക്കെ കാണിച്ച് വീണ്ടും വീണ്ടും കുരുക്കിൽപ്പെട്ടുകൊണ്ടേ കിടക്കുന്നു. അപ്പൊ നമ്മുടെ സഞ്ചിത കർമ്മങ്ങളിൽ, ജന്മജന്മങ്ങളിലായി നമ്മൾ നേടിയെടുത്ത സഞ്ചിത കർമ്മങ്ങളിൽ ഇഷ്ടംപോലെ പുണ്യപാപങ്ങൾ കിടപ്പുണ്ട്. അതിൽ നിന്നും വളരെ കുറച്ച് പുണ്യവും കുറച്ച് പാപവുമായിട്ട് പ്രാരാബ്ധ കർമ്മം എന്ന പേരിൽ ഓരോ ശരീരം സ്വീകരിച്ചു വരുന്നു.
ആ പ്രാരാബ്ധ കർമ്മത്തെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് സഞ്ചിത കർമ്മ പാവങ്ങൾ പുണ്യങ്ങളും തീർത്ത് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകലാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. പക്ഷെ അത് മറന്നുകൊണ്ട് നമ്മൾ വീണ്ടും ഈ പ്രാരാബ്ധ കർമ്മത്തോടൊപ്പം വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ചിന്തകൾ പോലും കർമ്മങ്ങളാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കർമ്മങ്ങളാണ് ഏറ്റവും പ്രശ്നം. വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക. വളരെ നിങ്ങൾ ഒരാളെ കുറിച്ച് ഒന്ന് തെറ്റായി ചിന്തിച്ചാൽ പോലും അത് കർമ്മമായി കഴിഞ്ഞു. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കൊതുക് വന്ന് ഇങ്ങനെ മൂളി വന്ന് കൊതുക് വന്ന് കടിച്ചു. അപ്പൊ ഇദ്ദേഹം അടിക്കാൻ പോയപ്പോ ആ കൊതുക് പറന്നുപോയി. അപ്പോ എന്തിനാ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അടിച്ചെങ്കിലും കൊന്നില്ല, ചത്തില്ല, അത് പോയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുരു പറഞ്ഞു, നിങ്ങൾ അടിക്കണ്ട, ചാവണ്ട, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് തന്നെ കർമ്മമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത്ര പവറാണ് കർമ്മത്തിന്. വളരെ ഡേഞ്ചറാണ് ഈ ലോകത്തെ ജീവിതം. ഓരോ പദവും വിപദം പതന്തി, വളരെ നമ്മുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകത്തെ ജീവിതം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഇവിടെ ഭഗവാന്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാൻ എല്ലാ സകല ജ്ഞാനിയാണ്, സകല ശക്തിമാനാണ്, സൗന്ദര്യമുള്ളവനാണ്. ഇങ്ങനെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദേഷ്യം എന്നുള്ളതല്ല, എന്തും വേണ്ടെന്ന് വയ്ക്കാനുള്ള ആ ഒരു മനസ്സ്, അത് നമുക്കൊന്നും ആകാൻ വളരെ പാടാണ്. നമുക്ക് നമ്മുടെ വസ്തുവിനോട്, നമ്മുടെ വസ്ത്രത്തിനോട്, നമ്മുടെ വീടിനോട്, നമ്മുടെ കാറിനോട്, നമ്മുടെ ബന്ധുജനങ്ങളോട്, സുഹൃത്തുക്കളോട്, ഇങ്ങനെയൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഭഗവാൻ അതില്ല. ഭഗവാൻ വളരെയധികം സസന്തോഷം കഴിഞ്ഞ് വൃന്ദാവനം വിട്ടുപോയിട്ട് പിന്നെ തിരികെ വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ അവസാനം സ്വന്തം മക്കളെ വരെ അദ്ദേഹം ഈ ഭൗതിക ലോകത്തിന് അവര് ഭാരമാകുമെന്ന് കണ്ട് തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന മക്കളെ അവരും ഭഗവാനും കൂടെ ചേർന്ന് അവസാനം നിഗ്രഹിച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മക്കളെ കൊല്ലണമെന്നല്ല അതെന്ന് മനസ്സിലാക്കേണ്ടത്. ഭഗവാന് ഒന്നിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റേ ഇല്ല. ഈ ചേമ്പിലയിൽ വീണ വെള്ളം കണക്കാണ് ഭഗവാൻ. ഒന്നിലും ഒന്നും സ്പർശിച്ച് നിൽക്കത്തില്ല, അതിങ്ങനെ ആടി ആടി. അപ്പോ എന്താണ്, കുരത്താഴ്വാർക്ക് കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ കുരത്താഴ്വാരും രാമാനുജാചാര്യനും ശ്രീരംഗത്ത് താമസിച്ച് അങ്ങനെ വളരെ കാലം കഴിയുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ, രാമാനുജാചാര്യരുടെ ഗുരുക്കന്മാരെല്ലാം പല രീതിയിൽ അവരെ മരണമടയുന്നു. മനസ്സിൽ വല്ലാത്ത വേദന. ആ വേദന സ്വാഭാവികമാണ്. ഭക്തന്മാർക്ക് വളരെയധികം ഇളന്ന മനസ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തിന് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ അവസരത്തിൽ കുരത്താഴ്വാര് പെരുമാളോട് തനിക്ക് മോക്ഷം വേണമെന്നും അത് തൻ്റെ ഗുരുവായ രാമാനുജാചാര്യർ തിരിച്ചു പോകുന്നതിന് മുമ്പേ വേണമെന്നും ഭഗവാനോട് അപേക്ഷിച്ചു. ഈ അപേക്ഷിച്ച കാര്യം ശിഷ്യന്മാർ മുഖാന്തരം രാമാനുജാചാര്യർ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം രാമാനുജാചാര്യർ കുരത്താഴ്വാരുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ എന്നെ നേരത്തെ പോകണമെന്ന് ഭഗവാനോട് നീ ആഗ്രഹിച്ചോ? നീ പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ രാമാനുജാചാര്യർ കുരത്താഴ്വാരോട് പറഞ്ഞു. അപ്പോൾ കുരത്താഴ്വാർ മറുപടി പറഞ്ഞു, സ്വാമി, ഞാൻ മുന്നേ പോയാലേ എനിക്ക് വൈകുണ്ഠത്തിൽ വെച്ച് അങ്ങേക്ക് പൂർണ്ണ കുംഭം വെച്ച് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങ് അവിടെ വൈകുണ്ഠത്ത് വരുമ്പോൾ എനിക്ക് സ്വീകരിക്കണ്ടേ? എനിക്ക് അങ്ങ് അവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടാകണ്ടേ അങ്ങേ സ്വീകരിക്കാൻ? അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പോകണമെന്ന് ഭഗവാനോട് ആഗ്രഹിച്ചത് എന്ന് പറയും. അങ്ങനെ കുരത്താഴ്വാര് മരണമടയുന്നു. അങ്ങനെ തന്നേക്കാൾ 7 വയസ്സ് മൂത്തയാളാണ് പ്രിയങ്കരനായ ശിഷ്യൻ കുരത്താഴ്വാർ. അങ്ങനെ കുരത്താഴ്വാരുടെ മരണം, പെരിയ നമ്പിയുടെ മരണം, 5 ഗുരുക്കന്മാരുടെ മരണം, തൻ്റെ ഒരു ശിഷ്യനായ ഉരങ്കാവലിദാസർ മരിച്ചത്, ഇതെല്ലാം രാമാനുജാചാര്യർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം മാനസികമായ വേദനകൾ നൽകി. അങ്ങനെ രാമാനുജാചാര്യരുടെ മനസ്സ് വല്ലാതെ ആർദ്രമായി, വല്ലാതെ തളർന്നു. ശരീരം ആൾറെഡി തളർന്നു. 120 വയസ്സ് അപ്പോഴേക്കും അദ്ദേഹത്തിന് എത്തിക്കഴിഞ്ഞു. ശരീരം വളരെ ചുക്കിച്ചുളുങ്ങി. എന്നാൽ പൂർണ്ണമായിട്ട് നമ്മളെപ്പോലെ ഭൗതികമായ അങ്ങനെ ആയില്ല, പക്ഷെ വലിയ ആ സൈസിൽ നിന്നും ഒന്ന് ചുരുങ്ങി അദ്ദേഹം. അങ്ങനെ തളർന്ന് മനസ്സും തളർന്ന ശരീരവുമായിട്ട്
അദ്ദേഹം ഭഗവാന്റെ അടുത്ത് തനിക്ക് തിരിച്ചു പോകാൻ സഹായിക്കണമെന്ന് ഭഗവാന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തൻ്റെ അവസാന കാലം എത്തിയതായിട്ട് രാമാനുജാചാര്യർക്ക് തോന്നി. അങ്ങനെ രാമാനുജാചാര്യ ശ്രീരംഗത്ത് ഭഗവാൻ രംഗനാഥന്റെ മുന്നിൽ ദിവസവും എത്തും, എപ്പോഴും എത്തും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പെരുമാളുടെ മുമ്പിൽ എത്തിയിട്ട്, പെരുമാളെ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ വേഗം ചെന്ന് ചേരണം എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. തുടർന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ഓരോരോ കടമകൾ ഏൽപ്പിച്ചു. എല്ലാ ശിഷ്യരെയും വിളിച്ച് ക്ഷേത്രത്തിലേക്ക് വരുത്തിയിട്ട് എല്ലാവർക്കും ഓരോരോ കടമകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ചു. തുടർന്ന് തൻ്റെ ശിഷ്യർക്ക് ഈ കടമകളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എനിക്ക് അല്ലാണ്ട് ക്ഷീണം വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ചിത്തിയുടെ മകൻ, നമുക്കറിയാം എംബാൻ എന്ന് പറയുന്ന ചിത്തിയുടെ മകൻ അദ്ദേഹത്തിന് ഗോവിന്ദ ഭട്ടർ എന്ന് നമ്മൾ കണ്ടായിരുന്നു ഇടയ്ക്ക്. ആ പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മടിയിൽ തല വെച്ച് മടപ്പള്ളി കൈക്കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആഹാരമൊക്കെ ഒരുക്കി കൊടുക്കുന്ന കിടാമ്പി ആച്ചാന്റെ മടിയിൽ കാലുകളും വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഭഗവാനെ ചിന്തിച്ചു, ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ഈ ലോകം വിട്ട് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം വല്ലാണ്ട് നിലവിളിച്ചു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നിലവിളി അന്നോളം ഉണ്ടായിട്ടില്ല. ഒരിക്കലും അങ്ങനെ നടക്കില്ലല്ലോ, ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ നിലവിളി ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്, പക്ഷെ അത് നമുക്ക് ഈ സമയമില്ലാത്തതിന്. ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട, ടിപ്പുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേറെ സമയം പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഭക്തന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ഭക്തന്റെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള നിലവിളിയാണ്, അല്ലാതെ ആരെങ്കിലും വെട്ടിക്കൊന്നതോ കൊലയോ ഒന്നുമല്ല. അങ്ങനത്തെ സംഭവം വേറെ ഉണ്ട്. അങ്ങനെ എന്താണ്, തൻ്റെ 5 ഗുരുക്കന്മാരെയും പെരുമാളെയും തായാറെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രാമാനുജാചാര്യർ ഈ തൻ്റെ ഭൗതിക ശരീരം വിട്ട് വൈകുണ്ഠം പ്രാപിച്ചു. അങ്ങനെ കൂടെ ഇരുന്ന ശിഷ്യന്മാരെല്ലാം താങ്ങാനാകാത്ത വിഷമത്തോടെ അലമുറയിട്ട് നിലവിളിച്ചു. ക്ഷേത്രം ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നിലവിളി കൊണ്ട് മുഴങ്ങി അവിടെ. അങ്ങനെ അദ്ദേഹം ഈ ശിഷ്യന്മാരെ വിളിച്ച് അവസാനം കൊടുത്ത ഉപദേശങ്ങൾ: 1, ഭഗവാനെ പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരും ശരണം പ്രാപിക്കണം. 2, ആചാര്യ പരമ്പരയെയും ഭക്തിയുത ഭഗവത് സേവയും വൈഷ്ണവ സേവയും മുടങ്ങാതെ ചെയ്യണം. ആചാര്യ പരമ്പരയെ നിങ്ങൾ നാണം കെടുത്തരുത്. അതുകൊണ്ട് ആ രീതിയിൽ ജാതി ചിന്തയൊന്നും വച്ചു പുലർത്താതെ ഈ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് എപ്പോഴും തയ്യാറായിക്കൊണ്ട് വൈഷ്ണവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹ ബഹുമാന ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. ഒരു കാരണവശാലും ജാതി ചിന്ത നിങ്ങൾ ഈ ഭക്തിയിലേക്ക് കൊണ്ടുവരരുതേ എന്ന് അദ്ദേഹം ഇങ്ങനെ 3 കാര്യങ്ങളാണ് തൻ്റെ ശിഷ്യരോട് അവസാനമായിട്ട് ഉപദേശിച്ചത്. അപ്പോൾ ശരിക്കും എന്താണ്, ഈ പരമ്പര വിശ്വാസ പ്രകാരം രാമാനുജാചാര്യർ എന്ന് പറയുന്നത് ആദിശേഷന്റെ അവതാരം എന്ന് പറഞ്ഞാൽ അനന്തന്റെ അവതാരമാണ്. അദ്ദേഹം ലക്ഷ്മണനെ പോലെ അല്ലെങ്കിൽ ബലരാമനെ പോലെ അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിനെ പോലെ ജീവിതകാലം മുഴുവൻ ഭഗവത് സേവനത്തിൽ ഭഗവാന്റെ സന്ദേശം ലോകർക്ക് പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം വ്യാപൃതനായിരുന്ന ആളാണ്. ബാല്യത്തിൽ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്കൽ ഒരു വലിയ സർപ്പം പഞ്ചപത്തി പിളർത്തി ഇങ്ങനെ നിന്ന് നിൽക്കുന്നതായിട്ട് അവർ കാണും. അങ്ങനെ അവർ നിലവിളിക്കും, ഭഗവാനെ. അവർ പേടിച്ചുപോയി. അവർ നിലവിളിക്കുമ്പോൾ ആ സർപ്പം അപ്രത്യക്ഷമാവും. എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റില്ല. നിന്ന് നിൽക്കൽ മാഞ്ഞു പോകും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ഇദ്ദേഹം ദിവ്യനാണ്. കാരണം പാമ്പിന്റെ അടയാളം പോലും പിന്നെ അവിടെ കാണുന്നില്ല. അവിടെ കട്ടിലിന്റെ അവിടെയൊക്കെ നോക്കി ആ മുറി മൊത്തം അരിച്ചു പറക്കി, അവിടെ ഒന്നും പാമ്പില്ല. പക്ഷെ പാമ്പ് ഇവർ രണ്ടുപേരും കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ അനന്തന്റെ അവതാരം കൂടിയാണ് ആര്? രാമാനുജാചാര്യർ. ഭക്തർ ഇതിനെ ആദിശേഷ ബന്ധമായിട്ട് കരുതുന്നു. ജൈനമതക്കാർക്ക് മുന്നിൽ തർക്കമുണ്ടായ സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. തിരശീലയിൽ ആദിശേഷനായിട്ട് ആര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്?
ഈ പറഞ്ഞ രാമാനുജാചാര്യർ പ്രത്യക്ഷപ്പെട്ട് അവരങ്ങനെ പേടിച്ച് അവരെല്ലാം ജൈനമതം വിട്ട് സനാതന ധർമ്മത്തിലേക്ക് വന്ന കഥയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടായിരുന്നു. അങ്ങനെ ധാരാളം ഇൻസിഡന്റുകൾ നാഗവും പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് രാമാനുജാചാര്യരുടെ ജീവിതത്തിലുണ്ട്. ആദിശേഷൻ എന്ന് പറയുന്നത് ഭൂമിയെ നിലനിർത്തുന്ന തൻ്റെ 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 പത്തിയിൽ ഭൂമിയെ നിലനിർത്തുന്നു എന്നാണ് വിശ്വാസം. രാമാനുജാചാര്യർ വൈഷ്ണവ സിദ്ധാന്തത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നും ലോകം വിശ്വസിക്കുന്നു. തൻ്റെ ജന്മങ്ങൾ നരകത്തിൽ പോയാലും, ഇനിയുള്ള ജന്മങ്ങളൊക്കെ നരകത്തിൽ പോയാലും പ്രശ്നമില്ല, ഭഗവാന്റെ അരികിലേക്ക് തൻ്റെ ശിഷ്യ സമൂഹത്തെ മുഴുവൻ കൊണ്ടെത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആൾ കൂടിയാണ് രാമാനുജാചാര്യർ. നമ്മൾ ആ കഥയും നമ്മൾ വായിച്ചായിരുന്നു. അഷ്ടാക്ഷര മന്ത്ര രഹസ്യം തൻ്റെ ഗുരുവിന് കൊടുത്ത വാക്ക് തെറ്റിച്ചുകൊണ്ട് ലോകരെ മുഴുവൻ വിളിച്ചു കൂട്ടി അത് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരെല്ലാം ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു നയിച്ച ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് രാമാനുജാചാര്യ. ഒരിക്കല് രാമാനുജാചാര്യർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ദരിദ്രനായ ഒരാളെ കണ്ടു. അയാൾ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം രാമാനുജാചാര്യ കണ്ടപ്പോൾ തന്നെ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, തനിക്ക് ഭഗവാനെ സേവിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷെ ജീവിത സാഹചര്യം എനിക്ക് അതിനുള്ള അവസരം തരുന്നില്ല. നിത്യജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ്. പക്ഷെ എനിക്ക് ഭഗവാനെ സേവിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അതിന് കഴിയുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് രാമാനുജാചാര്യരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, എന്താണ്, ഭഗവാനെ നീ സ്നേഹത്തോടെ സ്മരിച്ചാൽ സ്മരിക്കുന്നത് തന്നെ ഭഗവത് സേവനമാണ്. ആ ഭഗവാന്റെ നാമം ശ്രദ്ധയോടെ ഭക്തിയോടെ ജപിക്കുന്നത് തന്നെ ഭഗവാന്റെ സേവനമാണ്. നിലവിലെ അവസ്ഥയിൽ ഏതവസ്ഥയിലാണോ നിലവിൽ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ മാക്സിമം സേവിക്കുക. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നതിനെ അനുകരിക്കലല്ല. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്, ഏത് രീതിയിൽ, എന്ത് ചിന്തിച്ചുകൊണ്ട്. ഭാവമാണ് അവിടെ ഭഗവാൻ നോക്കുന്നത്. ഒരാളുടെ ഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാവം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ ഉണ്ടായിട്ടും ഭഗവാന് വേണ്ടി ചെലവഴിക്കാതിരിക്കുന്നവർക്ക് ഒരിക്കലും ഈ പറയുന്ന ഭഗവത് ഭക്തി കിട്ടില്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള നമുക്ക് തന്നിട്ടുള്ള എല്ലാം, നമ്മുടെ അറിവായിക്കോട്ടെ, നമ്മുടെ ധനമായിക്കോട്ടെ, നമ്മുടെ സൗന്ദര്യമായിക്കോട്ടെ, ഇതെല്ലാം ആരുടെ കാരുണ്യമാണ്? ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം. എനിക്കിവിടെ വന്നിരുന്ന് ഇതൊക്കെ പറയാനുള്ള ആ ഒരു ശക്തി തന്നത് ആരാണ്? അത് ഭഗവാനാണ്. അപ്പോ ആ ഭഗവാന്റെ ആ ഒരു കഴിവില്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു ഊമയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളായിട്ട്, ഭൗതികമായിട്ട് കഴിഞ്ഞ് പോകുന്ന ഒരാളായിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് പറയുമോ? ഇല്ല. അപ്പോൾ ഇതിലേക്ക് നയിച്ചതാരാണ്? അത് ഭഗവാനാണ്. അങ്ങനെ ഭഗവാൻ നമുക്കൊരു ഗുരുവിനെ തന്നു. ആ ഗുരുവിലൂടെ നമുക്ക് അറിവ് കിട്ടി. ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് എല്ലാവരുടെയും കടമ കൂടിയാണ്. വൈഷ്ണവനായിട്ട് ജനിച്ച അല്ലെങ്കിൽ വൈഷ്ണവനായിട്ട് വളർന്ന, വൈഷ്ണവനായിട്ട് ജീവിക്കുന്ന എല്ലാവരും തങ്ങൾ ശരിക്കും ഈ വൈഷ്ണവ സിദ്ധാന്തങ്ങൾ, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല മനസ്സിലാക്കാൻ, കുറച്ച് കാര്യമുള്ളൂ. അത് 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 മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരെ കൃഷ്ണാവബോധത്തിലേക്കും വൈഷ്ണവ തത്വങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അതാണ് വൈഷ്ണവനായിട്ടുള്ള ഒരാളുടെ കടമ. പഠനം, പാഠനം, പഠിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതെല്ലാ വൈഷ്ണവന്റെയും ഡ്യൂട്ടിയാണ്. നമുക്ക് ഇതൊന്നും കഴിവുണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് അത് കഴിവ് ഭഗവാൻ തരും. ഭഗവാൻ തരുന്ന കാര്യങ്ങളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എത്ര കഴിവുണ്ടെന്ന് വെച്ചിട്ടും അതിൽ കാര്യവുമില്ല. ഇപ്പം വലിയ പണ്ഡിതന്മാരായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മളെക്കാട്ടിയും ഫിലോസഫിയും അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളും ഒക്കെ അറിയാവുന്നവർ ലോകത്തുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഈഗോ കാരണം അവരിതൊന്നും പറയണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കാണില്ല, ഇതിലല്ലെങ്കിൽ വിശ്വാസം കാണില്ല. അപ്പോൾ എന്ത് വേണ്ട, ആ പാണ്ഡിത്യം കൊണ്ട് എന്താണ് ഗുണം? പക്ഷെ നമുക്ക് വലിയ പാണ്ഡിത്യമോ വലിയ കഴിവോ ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല നമ്മൾ. പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾ അത് മനസ്സിലാക്കാനും അത് നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനും
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. അതാണ് വൈഷ്ണവന്റെ കടമ. രാമാനുജാചാര്യർ അതിന് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരും പലരും അതിന് മാതൃകയായിരുന്നവരുമാണ്. അപ്പോ നമ്മൾ ഇനി രാമാനുജാചാര്യരുടെ ഗുരുക്കന്മാരെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്. ഒന്ന് യാദവ പ്രകാശ്, ആദ്യത്തെ ഗുരുവും പിന്നിക്കാലത്ത് ശിഷ്യനുമാകുന്ന ആളാണ് യാദവ പ്രകാശ്. അദ്വൈത സിദ്ധാന്തിയാണ്. രണ്ട്, തിരുക്കച്ചി നമ്പി. അദ്ദേഹം നേരിട്ട് ദീക്ഷ കൊടുത്തിട്ടില്ല. പക്ഷേ രാമാനുജാചാര്യർ അദ്ദേഹത്തിനെ തന്റെ മാനസിക ഗുരുവായിട്ട് കണ്ട് ആരാധിച്ചിരുന്ന ആളാണ്. അപ്പൊ ഗുരുവിനെ മാനസികമായിട്ട് നമുക്ക് കാണാം. അല്ലാതെ ശിഷ്യത്വം സ്വീകരിക്കുന്ന രീതിയുമുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും നമുക്ക് ഗുരുക്കന്മാരെ സ്വീകരിക്കാം. അപ്പൊ അതിൽ മാനസിക ഗുരുവാണ് തിരുക്കച്ചി നമ്പി. ഇനി പെരിയ നമ്പി, പഞ്ചസംസ്കാരം ചെയ്ത് ദീക്ഷ കൊടുത്ത് രാമാനുജാചാര്യർ എന്ന് പേരൊക്കെ കൊടുത്ത ആളാണ് പെരിയ നമ്പി. പിന്നെ തിരുക്കോസ്തി നമ്പി, പിന്നെ തിരുമാളയാണ്ടാൻ, പെരിയ തിരുവരംഗ പെരുമാൾ, യമുനാചാര്യരുടെ പുത്രനാണ് തിരുവരംഗ പെരുമാൾ. ഇങ്ങനെ അദ്ദേഹത്തിന് 7ഓളം ഗുരുക്കന്മാര് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് പ്രധാന ശിഷ്യന്മാർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിനുണ്ട്. പക്ഷെ എങ്കിലും വൈഷ്ണവ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന ശിഷ്യന്മാരെന്ന് പറയുന്നത്, ഒന്ന് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കൂരത്താൾവാർ തന്നെയാണ്. അദ്ദേഹമാണ് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. അതുകൂടാതെ മുതലയാണ്ടാൻ, സഹോദരിയുടെ പുത്രന്മാരായ മുതലയാണ്ടാൻ, നാടാത്തൂർ ആൾവാർ, ഗോവിന്ദ ഭട്ടർ, പിന്നെ തന്റെ മുൻ ഗുരുവായ യാദവ പ്രകാശ്, അദ്വൈത സിദ്ധാന്തകാരനായിട്ടുള്ള യാദവ പ്രകാശ്, പിന്നെ യജ്ഞമൂർത്തി, പിന്നെ എന്താണ് അനന്താൾവാർ. നമുക്കറിയാം തിരുപ്പതിയിൽ ഭഗവാന് പൂന്തോട്ടവും കുളമൊക്കെ ഒരുക്കി കൊടുത്ത ശിഷ്യൻ. പിന്നെ വിട്ടലദേവൻ എന്ന് പറയുന്ന രാജാവ്, പിന്നെ തിരുക്കുറുകായ് പിരാൻ പിള്ള, പിന്നെ അവസാനം അദ്ദേഹം ഭഗവാൻ തിരുക്കുറുങ്കുടി നമ്പി എന്ന വിഷ്ണുവിനെ, അല്ലെങ്കിൽ ഭഗവാൻ പെരുമാളെ തന്നെ ശിഷ്യനാക്കുന്നുണ്ട്. ശ്രീ വൈഷ്ണവ നമ്പി എന്ന് പേരുമിട്ട് അദ്ദേഹത്തിന് ശിഷ്യനാക്കി. ഇങ്ങനെ ഇത്രത്തോളം ശിഷ്യന്മാർ, ഇത്രത്തോളം അല്ല, ഇതിനേക്കാൾ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. പ്രധാനികളായിട്ട് ഇത്രയും പേരെ നമുക്ക് ഓർക്കാം. പിന്നെ രാമാനുജാചാര്യർക്ക് പല പല പേരുകൾ കിട്ടിയിട്ടുണ്ട്. ഇളയാൾവാർ എന്നാണ് അച്ഛനമ്മയിട്ട പേര്. പിന്നെ രാമാനുജർ എന്ന് അദ്ദേഹത്തിന്റെ ഗുരു, യതിരാജൻ, ഉടയവർ, ഇതൊക്കെ ഭഗവാൻ തന്നെ നേരിട്ട് കൊടുത്ത പേരുകൾ. പിന്നെ എമ്പാരുമാണാൻ, പിന്നെ കോവിലണ്ണൻ, ശ്രീഭാഷ്യകാരൻ, ഇങ്ങനെ രാമാനുജാചാര്യർക്ക് ധാരാളം പേരുകൾ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പേരുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണെന്നുണ്ടെങ്കിൽ വേദാന്ത സാരം, ബ്രഹ്മസൂത്ര ഭാഷ്യം, പിന്നെ ഗതിത്രയം, ശരണാഗതി ഗദ്യം, ശ്രീരംഗ ഗദ്യം, വൈകുണ്ഠ ഗദ്യം, ഇങ്ങനെ 3 ഗതിത്രയങ്ങൾ. പിന്നെ വേദാന്ത സംഗ്രഹം, ഗീതാഭാഷ്യം, ശ്രീഭാഷ്യം, വേദാന്ത ദീപം, നിത്യഗ്രന്ഥം, ഇങ്ങനെ 9ഓളം ഗ്രന്ഥങ്ങളാണ് രാമാനുജാചാര്യരുടെ പ്രധാന കൃതികളായിട്ട് അറിയപ്പെടുന്നത്. അതിൽ നിത്യഗ്രന്ഥം ദിവസവും വായിക്കേണ്ട ഗ്രന്ഥമാണ്. പൂജാവിധികളും പ്രാർത്ഥനാ ഗീതങ്ങളും ഒക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തമിഴാണ്, മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ രാമാനുജാചാര്യരുടെയും ആൾവാരുടെയൊക്കെ കഥ ഞാൻ മലയാളത്തിൽ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെയാണ്, ഞാൻ തമിഴിൽ നിന്നാണ് ഇതൊക്കെ ട്രാൻസ്ലേഷൻ വഴിമാറ്റം ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ചില തെറ്റുകൾ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അമ്പലത്തിലെ ഗിരിരാജ പ്രഭു പോലെയുള്ള ഭക്തന്മാരുടെ സഹായങ്ങളോട് ചില വാക്കുകളൊക്കെ, കട്ടിയുള്ള വാക്കുകളൊക്കെ അവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ ഇത് തയ്യാർ ചെയ്തത്. എന്തായാലും ഭഗവാന്റെ നാമസ്മരണവും ജപവും ഭഗവത് ഭക്ത സേവനവും ഭക്തന്മാരുടെ സേവനവും ജീവിതകാലം മുഴുവൻ ഉപേക്ഷിക്കാതെ പാലിച്ചിരുന്ന ആളാണ് രാമാനുജാചാര്യർ. അദ്ദേഹത്തിന്റെ ദിനചര്യ എന്ന് പറയുന്നത് പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടൻ തന്നെ അദ്ദേഹം ധ്യാനിക്കും ഭഗവാനെ. അത് കഴിഞ്ഞ് കുളിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാന് പൂജയും മറ്റു കാര്യങ്ങളും, അത് കഴിഞ്ഞ് നിത്യ ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ശിഷ്യർക്ക് ശാസ്ത്ര പഠനവും ഉപദേശവും ഒക്കെ നടത്തും. അത് കഴിഞ്ഞ് പ്രസാദം കഴിക്കുന്നു. പിന്നെന്താണ്, മറ്റു കാര്യങ്ങൾ, ഭക്തിയുടെ ഭഗവത് സേവനത്തിനും പ്രീച്ചിങ്ങിനും മറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, ഭക്തന്മാരെ ആ രീതിയിലേക്ക് നയിക്കൽ, അവരുടെ സംശയങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കൽ, വൈകുന്നേരങ്ങളിൽ വീണ്ടും ക്ഷേത്ര സേവന കാര്യങ്ങൾ, അതിന് കാര്യമായിട്ട് മംഗളമായിട്ട് അതൊക്കെ നടത്തൽ. ഇത് കഴിഞ്ഞ് രാത്രി 9 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഒരു ഗ്ലാസ് പാല് കഴിച്ച് കിടന്നുറങ്ങും. ഇതായിരുന്നു രാമാനുജാചാര്യരുടെ ഡെയിലി ഉള്ള ജീവിതക്രമം. അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവാന്റെ അമ്പലത്തിൽ
ശ്രീരംഗം ക്ഷേത്രത്തില് തൻ്റെ ചിറ്റിയുടെ മകനായ എംവാന്റെ മടിയിൽ തലവച്ച് മടപ്പള്ളി കൈകാര്യക്കാരൻ കിടാമ്പിയാച്ചന്റെ മടിയിൽ കാൽ വെച്ച് തൻ്റെ മാനസിക ഗുരു അളവന്താറയും പിന്നെ എന്താണ് തിരുക്കൊച്ചി നമ്പിയെയും തൻ്റെ 5 ഗുരുക്കന്മാരെയും പെരുമാളെയും തായാറെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൗതിക ലോകം വിട്ട് വൈകുണ്ഠ ലോകത്തേക്ക് പോകുന്നു. അവിടെ കൂടിയിരുന്നവരെല്ലാം വല്ലാതെ നിലവിളിച്ച് കരയുന്നു. അപ്പോഴേക്ക് ഒരു വലിയൊരു അതിശയം നടക്കുന്നുണ്ട്. എല്ലാവരും ഞെട്ടുന്ന മാതിരി ഭഗവാന്റെ ഒരു അശരീരി അപ്പോൾ കേട്ടു. എന്താണ്? ശ്രീരംഗം ക്ഷേത്രത്തിലെ വസന്ത മണ്ഡപത്തിൽ രാമാനുജാചാര്യന്റെ ആത്മീയ ശരീരം, ഈ ഭൗതിക ശരീരവും അത് ആത്മീയ ശരീരം കൂടിയാണ്, കാരണം അതിന് നാശം, അത് അവിടെ വയ്ക്കൂ എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ നേരിട്ട് പറയുകയാണ്. ഇവിടെ തന്നെ രാമാനുജാചാര്യരുടെ ശരീരം വയ്ക്കണം എന്ന് ഭഗവാൻ തന്നെ നേരിട്ട് പറയും. ആലോചിച്ച് നോക്കാം. ക്ഷേത്രം സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ക്ഷേത്രത്തില് 7 അയലത്ത് പോലും സാധാരണ ശവം അടുപ്പിക്കില്ല. അതുപോലെ അമ്പലത്തിൽ നമ്മൾ മരിച്ച ആളുടെ വീട്ടിൽ പോയാൽ നമ്മൾ വീട്ടിൽ കയറുന്നതിന് മുമ്പാണ് നമ്മൾ മുമ്പ് പോലും കുളിക്കും. പക്ഷെ അമ്പലത്തിൽ കുളിക്കാണ്ട് പോകത്തേയില്ല. ഇവിടെ ആ ഡെഡ് ബോഡി അത് അവിടെ തന്നെ ക്ഷേത്രത്തിൽ തന്നെ വെക്കാൻ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അഭിപ്രായ പ്രകാരം, ഭഗവാന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ആത്മീയ ശരീരം അവിടെ വച്ചിരിക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് ഭക്തർ അവിടെ അന്ന് ദർശനം നടത്തുന്നു. ശ്രീരംഗത്ത് പോയ ഭക്തന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരിൽ പലർക്കും ഈ വിഗ്രഹം, ഈ രാമാനുജാചാര്യരുടെ ഭൗതിക ശരീരമെന്നും അല്ലെങ്കിൽ ആത്മീയ ശരീരമെന്നും ഒക്കെ വിളിക്കാവുന്ന ആ ശരീരം കാണാൻ പറ്റിയിട്ടുണ്ടാകും. പറ്റിയിട്ടില്ലാത്തവർക്ക് ഇനി പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ അത് കാണണം. ഞാൻ മറ്റൊരു ഗ്രൂപ്പിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാവരും 40 പേര് ഇത് കാണാൻ മാത്രമല്ല, ഈ കഥയിൽ പറഞ്ഞ പല ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കാൻ വേണ്ടി അവരൊരു വലിയൊരു ട്രിപ്പ് വെച്ച് പോയിട്ട് വന്നു. അപ്പോ അതുകൊണ്ട് നിങ്ങളും ശ്രീരംഗത്ത് പോകുമ്പോൾ രാമാനുജാചാര്യരുടെ ഈ ഭൗതിക അല്ലെങ്കിൽ ആത്മീയ ശരീരം കാണാൻ ശ്രമിക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ശരീരത്തിൽ പച്ചക്കർപ്പൂരം കൊണ്ട് ചില എന്താ പറയാ ശാസ്ത്രീയ വിധികളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് വളരെയധികം സംരക്ഷണം, മറ്റുള്ള ജീവാത്മാക്കളോ അല്ലെങ്കിൽ ജീവികളോ ഒന്നും ഈ ശരീരത്തെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാകണം പച്ചക്കർപ്പൂരം കൊണ്ട് അതിനെ മൂടാറുണ്ട്, തുടച്ചെടുക്കാറുണ്ട്. എന്തായാലും 1017 ശ്രീ പെരുമ്പത്തൂരിൽ ജനിച്ച് വൈഷ്ണവ സിദ്ധാന്തത്തെ, വിശിഷ്ടാദ്വൈതത്തെ പരിപോഷിപ്പിക്കാൻ, ഭഗവാന്റെ ഭക്തി ലോകർക്ക് മുഴുവൻ നൽകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് 120 വർഷം ജീവിച്ച് 1137 വൈകുണ്ഠം പ്രാപിച്ച ആളാണ് രാമാനുജാചാര്യർ. രാമാനുജാചാര്യർക്ക് ശേഷം വൈഷ്ണവ സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം, വടക്കൻ സമ്പ്രദായം ഇങ്ങനെ 2ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ 2ആയിട്ട് വളർന്ന് രാമാനുജാചാര്യർക്ക് മുമ്പ് വന്ന ആചാര്യന്മാർ അല്ലെങ്കിൽ അതിനുശേഷം രാമാനുജാചാര്യർക്ക് പിൻപ് വന്ന രാമാനുജാചാര്യന്മാർ ഇങ്ങനെയും 2ആയിട്ട് തിരിക്കാറുമുണ്ട്. അല്ല, തെക്കൻ സമ്പ്രദായവും വടക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ഉണ്ട്. കൂടാതെ രാമാനുജാചാര്യ നടുനായകനായിട്ട് നിർത്തിക്കൊണ്ട് രാമാനുജാചാര്യർക്ക് മുമ്പ്, രാമാനുജാചാര്യർക്ക് പിമ്പ്, ഇങ്ങനെ രീതിയിലും ഈ വൈഷ്ണവ എന്താ പറയാ വിശിഷ്ടാദ്വൈത തത്വത്തെ ആൾക്കാർ കാണാറുണ്ട്. 1000 വർഷം മുമ്പ് ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായി പോരാടി ആ വ്യവസ്ഥിതിയെ മൊത്തം മാറ്റിമറിച്ച, ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഗുണത്തിന്റെ, പ്രവൃത്തികളുടെ, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാന്റെ ജാതി വ്യവസ്ഥ എന്ന സത്യത്തെ ലോകത്തിന് നടപ്പാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് രാമാനുജാചാര്യർ. തനിക്ക് നരകം ലഭിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് മോക്ഷം ലഭിക്കണമെന്ന് ചിന്തിച്ച മഹാഭക്തൻ കൂടിയാണ് രാമാനുജാചാര്യർ. 120ഓളം വർഷം ഈ ഭൗതിക ലോകത്തുണ്ടായിരുന്ന അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ആർക്കും അദ്ദേഹത്തോട്, പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താ പറയാ അധർമ്മികളും അല്ലെങ്കിൽ അഴിമതിക്കാർക്കും മാത്രമേ അദ്ദേഹത്തിനോട് വിരോധമുണ്ടായിരുന്നുള്ളൂ.
ആഹ് അദ്ദേഹം ജനിച്ച ശ്രീപെരുമ്പത്തൂരിൽ ശിഷ്യർ ഒരു ശില്പിയെ കൊണ്ട് ഒരു പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച് അത് കണ്ട് അത് തന്നെ അച്ചിൽ വാർത്തതുപോലെ തന്നെ താൻ ആ വിഗ്രഹത്തിൽ കാണുന്നു എന്ന് അദ്ദേഹത്തിന് അത് കണ്ട് സന്തോഷം തോന്നി അതിശയത്തോടെ ആ വിഗ്രഹത്തെ തന്നെ അദ്ദേഹം കെട്ടിപ്പുണരുന്നുണ്ട്. അതിനെ താണകന്ത് തിരുമേനി എന്ന് അദ്ദേഹം തന്നെ അതിന് പേരിട്ടു. ആം, എനിക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്തും ഈ വിഗ്രഹത്തിന് ചെയ്തു കൊള്ളൂ എന്ന് ഭക്തന്മാരോട് പറഞ്ഞു. ഈ വിഗ്രഹത്തിന് ചെയ്യുന്ന എന്തും ഞാൻ അത് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നും ആ വിഗ്രഹം അവിടെയുണ്ട്. പിന്നെ മേൽക്കോട്ടയിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ കണ്ടു. അവിടെയും ഇതുപോലെ മേൽക്കോട്ടയിൽ അവിടെ നിന്നും അദ്ദേഹം ശ്രീരംഗത്തേക്ക് തിരികെ വരാൻ നേരം അദ്ദേഹത്തിന്റെ വിരഹം താങ്ങാനാകാതെ കരഞ്ഞപ്പോൾ ഒരു ഒരു വിഗ്രഹം ഇതുപോലെ ഒരു ശില്പിയെ കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. അതിലും തന്റെ ശക്തി പ്രവേശിച്ച് തമരൂപന്ത തിരുമേനി എന്ന പേരിൽ ആ വിഗ്രഹവും ഇന്ന് അവിടെയുമുണ്ട്. കൂടാതെ ശ്രീരംഗത്ത് രാമാനുജാചാര്യർ ശരീരം വിട്ട് വൈകുണ്ഠം പോവുകയും അതിന് ഭഗവാൻ അവിടെ ക്ഷേത്രത്തിൽ തന്നെ വച്ചിരിക്കുന്നതുമായ രാമാനുജാചാര്യരുടെ സ്വന്തം യഥാർത്ഥ ശരീരം, അതിന് താണാണു തിരുമേനി എന്നാണ് അതിന് പേര്. ഇങ്ങനെ ഇതോടെ രാമാനുജാചാര്യരുടെ ജീവചരിത്രം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇത് പറയാൻ മാത്രം ഒരു യോഗ്യതയും എനിക്കില്ല, എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്കിത് പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം ഉന്നതനായ ഒരു ഭക്തനാണ് രാമാനുജാചാര്യർ. അദ്ദേഹത്തിന്റെ ആ കഥകൾ, ആ സംഭവങ്ങൾ എനിക്ക് പറയാൻ ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു, എൻ്റെ ഗുരു എനിക്ക് തന്നു. അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. എന്താണ്, നമുക്കതിനുള്ള ഒരു യോഗ്യതയും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതില് ഒന്നും കുറച്ച് കാണാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നീണ്ടു പോയത്. കാരണം ഓരോ ഇൻസിഡന്റുകളും ഓരോ സംഭവങ്ങളും വളരെ അപൂർവവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലുള്ളതൊക്കെയാണ്. നിങ്ങൾക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒന്നും കളയാൻ മാത്രം ചെറിയ സംഭവങ്ങളുമല്ല. എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേഷനിൽ ഞാൻ വലിയ തമിഴ് പണ്ഡിതനൊന്നുമല്ല. പക്ഷേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിത് മറ്റൊരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ആയിട്ട് അവർക്ക് തോന്നിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ എന്താണ്, ഞാൻ ഭഗവാനോടും ഗുരുവിനോടും ഭക്തന്മാരോടും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ആൾവാർമാരുടെയൊക്കെ കഥകളുമായിട്ട് ഇനിയും ഞാൻ വരാം. അതിനുള്ള സമയം എനിക്ക് ഇതിൽ ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ഒരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ട. ദേവന്മാരെയോ ഭഗവാനെയോ ഒക്കെ നേരിട്ട് കാണാനുള്ള നേത്രങ്ങൾ ആർക്കുമില്ല. അതിനുള്ള എന്താ പറയുക, യോഗ്യതയും ആർക്കുമില്ല. 100% പൂർണ്ണത ഇവിടെ ഒന്നിനും ലഭിക്കില്ല. നിങ്ങളുടെ പൂജയ്ക്കോ നിങ്ങളുടെ ഏത് കാര്യത്തിനും 30%-ത്തിൽ കൂടുതൽ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ സുഹൃതം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പുണ്യം ചെയ്തിരിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇവിടെ 100% പെർഫെക്ഷൻ ഉള്ളത് ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ്. അത് ഭഗവത് ഭക്തിയുടെ സേവനവും ഭഗവാന്റെ നാമജപത്തിനും മാത്രമാണ്. അതിന് മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായ റിസൾട്ട് കിട്ടും. ബാക്കി എല്ലാത്തിനും, യജ്ഞത്തിന്, യാഗത്തിന്, ഒന്നിനും 100% റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അതാണ് കലിയുഗം. ഇപ്പൊ യോഗം, ധ്യാനം, ജ്ഞാനം, ഇവയൊക്കെ ക്ഷേത്രാരാധന, ഇതൊന്നും പൂർണ്ണമേ അല്ല. അതിലൊക്കെ നിങ്ങൾക്ക് 10% മുതൽ 30% വരെ ഉള്ള റിസൾട്ടേ കിട്ടുള്ളൂ. അതിനേക്കാൾ നിങ്ങൾക്ക് പൂർണ്ണത കിട്ടുന്നത് നിങ്ങൾ നന്നായിട്ട് ജപിച്ചാൽ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, ഉറക്കെ, വ്യക്തമായിട്ട്, ശ്രദ്ധയോടെ ജപിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കലിയുഗത്തിൽ ഒരു യജ്ഞത്തിനും ഒരു പൂജയ്ക്കും ഈ പറഞ്ഞ മുഴുവൻ ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. 30% റിസൾട്ട് മാത്രമേ ലഭിക്കൂ. കൂടുതൽ കിട്ടുന്നത് അവരുടെ ഭാഗ്യമെന്ന് കരുതുക. എന്താണ്, ഹരിനാമജപത്തിനും ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനും മാത്രമേ 100% റിസൾട്ട് കിട്ടത്തുള്ളൂ. കലിയുഗത്തിന്റെ ഒരേ ഒരു ഗുണം ഹരിനാമത്താൽ ഭഗവാനിൽ തിരിച്ചെത്താം എന്നത് മാത്രമാണ്. ഈ കഥ ഇവിടെ തീരുന്നില്ല. ഈ സംഭവങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല.
ഇനിയും നമുക്ക് ഈ രാമാനുജാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം സംഭവ വികാസങ്ങൾ ഉണ്ട്. പക്ഷെ നമുക്ക് സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത ചില വ്യക്തിത്വങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടി വരും. അപ്പോൾ അതിലൊരാളാണ് നമ്മൾക്കറിയാവുന്ന തിരുക്കച്ചി നമ്പി. തിരുക്കച്ചി നമ്പി എന്ന് പറയുന്നത് കാഞ്ചിപൂർണ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? രാമാനുജാചാര്യരുടെ മാനസിക ഗുരുവാണ്. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനും കാഞ്ചീപുരം വരദരാജ പെരുമാളിനെ ചാമരം വീശുന്ന സേവനം ചെയ്യുന്ന ആളുമാണ് തിരുക്കച്ചി നമ്പി. ആ സമയം ഭഗവാൻ നാട്ടിലെ വിശേഷങ്ങൾ തിരുക്കച്ചി നമ്പിയോട് ചോദിക്കുകയും തിരുക്കച്ചി നമ്പി ഭഗവാനോട് നാട്ടിലെ വിശേഷങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യും. അതൊക്കെ ആലോചിച്ച് നോക്കണം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ആ വിഗ്രഹം ഭഗവാൻ നേരിട്ട് സംസാരിക്കുകയാണ് ആരോട്? തിരുക്കച്ചി നമ്പിയോട്. അങ്ങനെ വൈഷ്ണവ ആചാര്യനായ യമുനാചാര്യരുടെ ശിഷ്യരിൽ ഒരാളാണ് ഈ തിരുക്കച്ചി നമ്പി. അദ്ദേഹം ചെട്ടിയാർ ജാതിയിൽ പിറന്നയാളാണ്. താഴ്ന്ന കുലത്തിലാണ്, വൈശ്യകുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് ചെന്നൈക്കടുത്ത് പൂവിരുന്തവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഭഗവാനോട് അത്രയും അടുത്ത് പെരുമാറുന്ന തിരുക്കച്ചി നമ്പിക്ക് തനിക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യവും ഒക്കെ തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് മോക്ഷം തനിക്ക് കിട്ടുമെന്ന് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിൽ തിരുക്കച്ചി നമ്പിയടക്കം വൈഷ്ണവരെ സേവിക്കുന്ന ഒരു സാധാരണക്കാരൻ തിരുക്കച്ചി നമ്പിയോട് ചോദിക്കുന്നുണ്ട്, ഇനി അങ്ങ് ഭഗവാനോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്ത് മോക്ഷം കിട്ടുമെന്ന് ഒന്ന് ചോദിക്കുമോ എന്ന് തിരുക്കച്ചി നമ്പിയോട് ആ സാധാരണക്കാരനായ ഭക്തൻ ചോദിച്ചു. അപ്പോൾ തിരുക്കച്ചി നമ്പിയടക്കം വൈഷ്ണവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ, വെള്ളം കോരിക്കൊടുക്കൽ, വിറക് കീറിക്കൊടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം, രാത്രിയിൽ വെട്ടം തെളിയിച്ചു കൊടുക്കൽ, ഇങ്ങനെ അവരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഈ സാധാരണ ആ ഭക്തൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും മോക്ഷം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അങ്ങ് ഇനി ഭഗവാനോട് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ചോദിക്കണം. അപ്പോൾ തിരുക്കച്ചി നമ്പി ശരി, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അരികിലെത്തി. ഭഗവാൻ അന്ന് ചോദിച്ചു, തിരുക്കച്ചി എന്തൊക്കെയുണ്ട് എന്ന് ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം ആ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരുക്കച്ചി നമ്പി ഭഗവാനോട് പറയും, ഭഗവാനെ, നമ്മുടെയൊക്കെ വൈഷ്ണവരുടെയൊക്കെ സേവനം ചെയ്യുന്ന ഒരാള് എന്നോട് ഇന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് എന്ന് മോക്ഷം കിട്ടുമെന്ന് പെരുമാളോട് ചോദിച്ചിട്ട് പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് മോക്ഷം കിട്ടുമോ എന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട് എന്ന് ആര് പറയുന്നു? തിരുക്കച്ചി നമ്പി ഭഗവാനോട് ചോദിച്ചു. അപ്പോ ഭഗവാൻ പറയും, പിന്നെന്താ, അദ്ദേഹത്തിന് ഈ ജന്മം തന്നെ അയാൾക്ക് മോക്ഷം ഉറപ്പായിട്ട് കിട്ടുമെന്ന് ആര് പറയുന്നു? ഭഗവാൻ, പെരുമാള് പറയും. അപ്പൊ അത് കേട്ടപ്പോ തിരുക്കച്ചി നമ്പിക്ക് സ്വാഭാവികമായിട്ട് തനിക്ക് എന്ന് മോക്ഷം കിട്ടുമെന്ന് അറിയാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാനെ, അദ്ദേഹത്തിന് ഈ ജന്മത്ത് മോക്ഷം കിട്ടുമെന്ന് പറയുന്നു, എനിക്ക് ഈ ജന്മത്ത് മോക്ഷം കിട്ടുമോ എന്ന് തിരുക്കച്ചി നമ്പി ഭഗവാനോട് ചോദിച്ചു. അപ്പോ ഭഗവാൻ പറയും, നിനക്ക് ഈ ജന്മം എന്തായാലും മോക്ഷം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇത് കേട്ടപ്പോഴത്തേ ഒരു ഞെട്ടി. കാരണം 24 മണിക്കൂറും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ 24 മണിക്കൂറും നിന്നുകൊണ്ട് ചാമരം വീശലാണ്. നമ്മൾ ഈ ചാമരം വീശൽ എന്ന് പറയുമ്പോൾ നിസ്സാര പണിയല്ല. കാരണം കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും, അല്ലെങ്കിൽ രാത്രി മുഴുവനും ഒക്കെ, ചൂടുള്ള സമയത്തൊക്കെ രാത്രി മുഴുവൻ ഇരുന്ന് അമ്പലത്തിൽ ഭഗവാനും തായാറും ഈ തിരുക്കച്ചി നമ്പിയും മാത്രമേ അമ്പലത്തിനകത്ത് കാണത്തുള്ളൂ. പൂജാരിയൊക്കെ കൂട്ടിയിട്ട് പോകും. ഇവർ 3 പേരും മാത്രം രാവിലെ വന്ന് തുറന്നു കൊടുക്കുമ്പോഴാണ് തിരുക്കച്ചി നമ്പി പുറത്ത് വരുന്നത്. അങ്ങനെ ചൂടുള്ള സമയത്തൊക്കെ അമ്പലത്തിനകത്തിരുന്ന് അദ്ദേഹം ചാമരം വീശിക്കൊണ്ടിരിക്കും. പകല് അല്ലാത്ത സമയത്ത് പകല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭഗവാനെ ചാമരം വീശും. ഭയങ്കര സേവനമാണത്. കാരണം കൈയെല്ലാം കഴിച്ചു പൊട്ടും. 1 മണിക്കൂറോ അരമണിക്കൂറോ 2 മണിക്കൂറോ വീശുന്നതല്ല, ദിവസവും, അതും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഭഗവാന് സേവനം ചെയ്യുന്ന തനിക്ക് ഈ ജന്മത്ത് മോക്ഷം കിട്ടില്ല, മോക്ഷം കിട്ടാൻ സാധ്യത കുറവാണ്
എന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം ഒരു ഞെട്ട്. അദ്ദേഹം പറയും, എന്താണ് ഭഗവാൻ ഇപ്പം പറഞ്ഞത്? എനിക്ക് ഞാൻ രാവിലെ 4 മണി മുതൽ രാത്രി നട അടയ്ക്കും വരെയും വേനൽക്കാലത്ത് രാത്രി മൊത്തവും ഇരുന്ന് അങ്ങേക്ക് ഞാൻ ചാമരം വീശുന്നു, അങ്ങയോട് ഞാൻ സംസാരിക്കുന്നു, എന്നിട്ട് എനിക്ക് മോക്ഷം ലഭിക്കാനുള്ള യോഗ്യതയില്ലേ, എന്നുള്ള ഭാഗ്യമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കും. അത് മാത്രമല്ല, വലിയ ഭക്തനൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരന് മോക്ഷം കിട്ടുമെന്ന്, മോക്ഷം ഉറപ്പായിട്ട് കിട്ടും, ഈ ജന്മം തന്നെ കിട്ടുമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ഇദ്ദേഹത്തിന് മനസ്സിലാവണേ ഇല്ല, എന്താണ് എൻ്റെ രഹസ്യം. അപ്പോ അപ്പം ഭഗവാൻ പറയും, എന്താണ് എനിക്ക് അങ്ങ് മോക്ഷം ഈ ജന്മത്തില്ലെന്ന് പറഞ്ഞത്? അപ്പം പറയും, നീ എന്നെ സേവിച്ചതിന്, നീ എനിക്ക് ചാമരം വീശുന്നതിന് എന്താണ് അതിന് പ്രതിഫലമായിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ എപ്പോഴൊക്കെ എനിക്ക് ചാമരം വീശിയിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ലോകത്ത് ആരെങ്കിലും, ഏതെങ്കിലും വിഗ്രഹം ഏതെങ്കിലും ഭക്തനോട് സംസാരിച്ചതായിട്ടുള്ളത് നിനക്കറിയാമോ? ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ. പക്ഷെ അങ്ങനെയാണോ? ഞാൻ നിന്റെ അടുത്ത് എന്നും സംസാരിക്കാറില്ല, അതൊരു വലിയ ഭാഗ്യമല്ലേ എന്ന് ചോദിക്കും. അപ്പോ ആ ഭാഗ്യം വേറെ ലോകത്ത് ആർക്കുണ്ട്? അപ്പൊ അതിന്റെ പേരിൽ നീ വൈകുണ്ഠമൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് ആര് പറയും? ഭഗവാൻ പറയും. അപ്പോ തിരുക്കച്ചി നമ്പി ചോദിക്കും, ശരി ആയിക്കോട്ടെ, അങ്ങ് ആ അതാണ് എൻ്റെ മറുപടി എങ്കിൽ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് വൈകുണ്ഠം പോകണം, എനിക്ക് അങ്ങയോടൊപ്പം അങ്ങയുടെ ധാമത്ത് കഴിയണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോ നീ മഹാഭക്തന്മാരെ അല്ലെങ്കിൽ മഹാവൈഷ്ണവരെ നീ 6 മാസം സേവിക്കണം. എന്നെ സേവിച്ചത് കൊണ്ട് നിനക്കത് കിട്ടില്ല. നീ വൈഷ്ണവരെ സേവിക്കണം. വൈഷ്ണവരെ സേവിച്ചാൽ മാത്രമേ നിനക്ക് എന്ത് കിട്ടത്തുള്ളൂ? മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറയും. എൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നതാണ് എന്നെ സേവിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് ആര് പറയും? ഭഗവാൻ പറയും. എൻ്റെ ഭക്തന്റെ ദാസന്റെ ദാസന്റെ ദാസനെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്ന് ഭഗവാൻ പറയും. അവരെയാണ് എനിക്ക് ഏറ്റവും പ്രിയം. അവരോട് അപ്രീതി കാണിക്കാതെ, അവരോട് അപ്രീതി കൂടാതെ അവരെ സേവിക്കാൻ കഴിഞ്ഞാൽ നിനക്കെന്നല്ല എല്ലാവർക്കും മോക്ഷം ലഭിച്ചിരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ലോകത്ത് ആരൊക്കെ വൈഷ്ണവരെ സേവിക്കുന്നു അവർക്കെല്ലാം എന്ത് കിട്ടും? മോക്ഷം കിട്ടുമെന്ന് ഭഗവാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ തിരുക്കൊച്ചി നമ്പി എന്ത് ചെയ്യുന്നു? ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാമര അവിടെ വച്ചിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി അങ്ങ് പോയി. ഇനി നിങ്ങളാ പാടായെന്ന് പറഞ്ഞ് ചാമര എടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് എഴുത്തൊരൊറ്റ പോക്ക്. നേരെ അദ്ദേഹം തിരുക്കൊസ്റ്റിയൂർ നമ്പിയുടെ എന്ന് പറഞ്ഞാൽ ആരാണ്? തൻ്റെ ഗോഡ് ബ്രദർ എന്ന് പറഞ്ഞാൽ യമുനാചാര്യരുടെ മറ്റൊരു ശിഷ്യൻ, അല്ലെങ്കിൽ പെരിയ നമ്പിയുടെ ഗോഡ് ബ്രദർ. ഇങ്ങനെ തിരുക്കൊച്ചി നമ്പിയുടെ ഗോഡ് ബ്രദറായ തിരുക്കൊസ്റ്റിയൂർ നമ്പിയുടെ അരികിലേക്ക് പോകും. തിരുക്കൊച്ചി നമ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് പറയാം. രാമാനുജാചാര്യർക്ക് തിരുമന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ 18 തവണ ശ്രീരംഗത്തു നിന്നും 110 കിലോമീറ്റർ ദൂരെയുള്ള തിരുക്കോസ്റ്റിയൂർ ഗ്രാമത്തിലേക്ക് നടത്തിച്ച് അവസാനം 17 തത്വങ്ങൾ അതിലൂടെ പഠിപ്പിച്ച് 18ാമത്തെ പ്രാവശ്യം ആ മോക്ഷദായക മന്ത്ര രഹസ്യം ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്ര രഹസ്യം പറഞ്ഞു കൊടുത്ത ആളാണ് തിരുക്കോസ്റ്റിയൂർ നമ്പി. പക്ഷേ എന്താണ്, സാധാരണക്കാർക്ക് മോക്ഷം കിട്ടാൻ തൻ്റെ ഗുരുവിന് കൊടുത്ത വാക്ക് തെറ്റിച്ചുകൊണ്ട് താൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ക്ഷേത്ര ഗോപുരത്തിൽ കയറി ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ മന്ത്രരഹസ്യം വിളിച്ചു പറഞ്ഞു കൊടുത്ത് അങ്ങനെ കോപിഷ്ഠനായിട്ട് അദ്ദേഹം രാമാനുജാചാര്യർ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് നരകത്തിൽ പോകുന്നതിൽ സങ്കടമില്ല, പക്ഷെ ഞാൻ കാരണം ആയിരക്കണക്കിന് ആൾക്കാർക്ക് വൈകുണ്ഠം കിട്ടുമല്ലോ, ഒരാൾ നശിച്ചാലും മറ്റുള്ളവർ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞതിൽ സ്വയം മനസ്സ് മാറി രാമാനുജാചാര്യയെ കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ച് ബാക്കിയുള്ള അറിവുകളും പകർന്നു കൊടുത്ത ആളാണ് ആര്? തിരുക്കൊസ്റ്റിയൂർ നമ്പി. അങ്ങനെ ഇദ്ദേഹം എവിടെ പോകും? തിരുക്കോസ്റ്റിയൂർ നമ്പിയുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ തിരുക്കോസ്റ്റി നമ്പിയുടെ വീട്ടിൽ നേരെ ചെന്ന് കയറിയാൽ എന്ത് പറ്റും? ഈ തിരുക്കൊച്ചി നമ്പിയെ അദ്ദേഹം മനസ്സിലാക്കി കളയും. അതുകൊണ്ട് വേഷം മാറിയാണ് ആര് ചെല്ലുന്നത്? കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇവിടെ ഒരു ഉണ്ണി, പിന്നെ എന്താണ് താടി, തലയിൽ ഒരു തലപ്പാവ് ഒക്കെ വെച്ച് കെട്ടി കരിയൊക്കെ വാരി തേച്ച് ഇങ്ങനെ പെട്ടെന്ന് കണ്ടാൽ തിരുക്കൊച്ചി നമ്പിയാണെന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹം അവിടെ ചെല്ലുന്നു. തിരുക്കൊസ്റ്റിയൂർ നമ്പിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എന്താണ് ഒരു യാദവന്റെ വേഷത്തിലാണ് ചെല്ലുന്നത്. ഒരു കാലി മേയ്ക്കുന്ന ആളെ പോലെ ചെന്നു.
എന്തെങ്കിലും വീട്ടു വേല ചെയ്യാൻ ഉണ്ടോ എന്ന് അദ്ദേഹം തിരിക്കച്ചി നമ്പി ഇദ്ദേഹത്തിനോട് ചോദിക്കും. ആരോട്? തിരുക്കൊറ്റിയൂർ നമ്പിയോട്. അപ്പോൾ തിരുക്കൊച്ചി നമ്പി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സേവനമൊന്നുമില്ല, ആളിൻ്റെ ആവശ്യമില്ല, ഇവിടെ അത്ര വലിയ പണികളൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയരുത്, എന്തെങ്കിലും ആഹാരം മാത്രം തന്നാൽ മതി, പൈസയൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പശുവിനെയൊക്കെ മേയ്ക്കാൻ ഭയങ്കര എക്സ്പെർട്ടാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം വിചാരിക്കും, ഇപ്പോൾ ശമ്പളം കൊടുക്കണ്ടല്ലോ, പശുവിനെ മേയ്ക്കാൻ ആളുമില്ല, അപ്പോൾ അതിനെ കുളിപ്പിക്കണം, ചാണകം എടുക്കണം, അതിൻ്റെ കോമാളി വാരി കളയണം, അതിന് പുല്ലരിഞ്ഞു കൊടുക്കണം, അതിന് വൈക്കോലിട്ട് കൊടുക്കണം, അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം, അതൊരു നല്ല ജോലിയാണ്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ 3 നേരത്തെ ആഹാരം തരാം, പക്ഷേ പൈസയൊന്നും തരാൻ പറ്റൂല. അയ്യോ, ഒന്നും വേണ്ട, പൈസയൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ നിന്ന് പശുക്കളെയൊക്കെ സേവിച്ച് ഇവിടെ കഴിഞ്ഞാൽ മതി. ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിരുക്കൊച്ചിയൂർ നമ്പിയുടെ വീട്ടിൽ പശുക്കളെ മേയ്ക്കാൻ വേണ്ടി തിരുക്കൊച്ചി നമ്പി പോവും. അങ്ങനെ അവർക്കാണെങ്കിൽ 3-4 പശുക്കളുണ്ട്. പശുക്കളെയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം മേയ്ക്കാനും അതിനെ കുളിപ്പിക്കാനും അതിനെ പുല്ലരിഞ്ഞു കൊടുക്കാനും ഒക്കെ സമയം കണ്ടെത്തി, കാടി കലക്കി കൊടുക്കല്, വയലിലും പറമ്പിലും പുഴയിലും അവയെ കൊണ്ടുപോകല് എല്ലാം വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തു. അങ്ങനെ 6 മാസം കഴിയാറായി. ഒരു ദിവസം ഈ തിരുക്കച്ചി ഈ പശുക്കളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഭയങ്കരമായ കാർമേഘം വന്ന് നിറഞ്ഞു. ഇടിയും ഭീകരമായ മിന്നലും ഒക്കെ വന്നു. പശുക്കളെല്ലാം പേടിച്ച് എല്ലാം ഒരു എന്താ പറയുക, ഒരു പല സ്ഥലങ്ങളിലേക്കും ചിതറി ഓടി. അവസാനം ഇവരെല്ലാം, പശുക്കളെല്ലാം വന്ന് ഒരുമിച്ച് നിന്ന് പേടിച്ച്. ആ സമയത്ത് ഇദ്ദേഹം തൻ്റെ മേൽവസ്ത്രം എടുത്ത് പശുക്കളുടെ പുറത്ത് മൂടിയിട്ട് ആ പശുക്കളുടെ ഇടയിൽ കയറി കിടന്നു, അടിയിൽ കിടന്നു. ഇത് കണ്ടുകൊണ്ട് ആര് വരുന്നു? തിരുക്കൊച്ചി നമ്പി വന്നിട്ട് ചോദിക്കും, നീ എന്തോ നീ കാണിക്കണ? പശുക്കളുടെ ഇടയിൽ കിടന്ന് നിന്റെ വസ്ത്രമൊക്കെ എടുത്ത് പശുവിൻ്റെ പുറത്ത് ഇട്ടിട്ട് നീ ഇങ്ങനെ കയറി കിടന്നാൽ എന്തിനാണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഈ പശുക്കൾ നനഞ്ഞാൽ അവയ്ക്ക് ജലദോഷം പിടിപെടും. അവയ്ക്ക് ജലദോഷം പിടിപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാലിൽ ആ ജലദോഷത്തിൻ്റെ അണുക്കൾ ഉണ്ടാവും. ആ പാല് കുടിക്കുമ്പോൾ അത് കഴിക്കുന്ന എൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ തിരുക്കൊച്ചി നമ്പിക്ക് ജലദോഷം പിടിക്കും. അപ്പം അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മേൽമുണ്ട് പശുക്കളുടെ തലയിലൂടെ മൂടിയിട്ടതാണ് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഇത് സാധാരണ ഒരു പശുമേയ്പ്പുകാരനല്ലെന്ന് തിരുക്കൊറ്റിയൂർ നമ്പിക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും ആത്മാർത്ഥതയോടെ എൻ്റെ ജീവനും എൻ്റെ ആരോഗ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന നീ എന്തായാലും വെറും സാധാരണക്കാരനല്ല, സത്യം പറ, നീ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇനി 6 മാസമാകാൻ വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഞാൻ എന്തായാലും സത്യം പറയാം, പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ, അതുവരെ അങ്ങ് ക്ഷമിക്കണം എന്ന് തിരുക്കൊച്ചി നമ്പിയോട് പറയും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വേഷം ധരിച്ച് വന്നു തിരികെ എന്നുള്ളത് ഞാൻ 6 മാസം പൂർത്തിയാകാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഞാൻ അത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ 6 മാസം പൂർത്തിയായി. അദ്ദേഹം ഞാൻ തിരുക്കൊച്ചി നമ്പിയാണെന്ന് പറയുമ്പോൾ തിരുക്കൊച്ചി നമ്പി, അയ്യോ, എൻ്റെ ഗോഡ് ബ്രദറിനെ കൊണ്ടാണല്ലോ ഞാൻ ഈ പണിയെല്ലാം ചെയ്യിച്ചത് എന്ന് സങ്കടത്തോടെ തലയിൽ കൈവയ്ക്കും. എന്നിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പുണരും. അപ്പം പറയും, എനിക്കിങ്ങനെ, ഞാൻ അങ്ങ് അതിൽ വിഷമിക്കേണ്ട, പെരുമാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു വൈഷ്ണവനെ 6 മാസം സേവിച്ചാലേ എനിക്ക് മോക്ഷം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങേ സേവിക്കാൻ വന്നത് എന്ന് പറയും. അങ്ങനെ ഈ ഭഗവാനെ ചെന്ന് കാണുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷം. ഭഗവാൻ പറയും, ഇനി നിനക്ക് ഉറപ്പായിട്ട് മോക്ഷം കിട്ടും. അങ്ങനെ ഭഗവാൻ വരദരാജ പെരുമാൾ കാഞ്ചിപൂർണയോട് അല്ലെങ്കിൽ തിരുക്കച്ചി നമ്പിയോട് പറഞ്ഞു, ഈ ജന്മത്തോടെ നിന്റെ പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം കത്തിത്തീർന്ന് സഞ്ചിത കർമ്മങ്ങളുടെ ഭാരം ഒഴിഞ്ഞ് നീ എൻ്റെ ധാമത്തിലേക്ക് വരും. അതുവരെ നീ എൻ്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ കഴിയുക. എൻ്റെ പ്രിയ ഭക്തരെ സേവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം. വൈഷ്ണവരെ സേവിക്കുന്നത് എന്നെ സേവിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. സമയം അതിക്രമിച്ചത് കൊണ്ട് ബാക്കി ചില കഥകളൊക്കെ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നാളെ ഉണ്ടാവും സാധ്യത കുറവാണ്, കാരണം എനിക്ക് നാളെ മറ്റൊരു ഗ്രൂപ്പിൽ ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് കാരണം ഇതിനിപ്പോൾ രാമാനുജാചാര്യരുടെ കഥ കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം നമ്മുടെ എന്താണ് കാഞ്ചിപൂർണ എന്ന ഈ തിരുക്കൊച്ചി നമ്പിയുടെയും പിന്നെ പുരത്താളാழ்വാരുടെ ബാക്കി കഥകൾ, പെരിയ നമ്പിയുടെ ബാക്കി കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിന് ഇനിയിപ്പം തുടർച്ചയായിട്ട് കേൾക്കണമെന്നില്ല. അത് ഓരോന്നും ഇൻഡിവിജ്വൽ കഥകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രാമാനുജാചാര്യരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും നേരിട്ട് അത്ര ബന്ധം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ കഥകളുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഹരി ബോൽ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ.
പ്രഭുജി, നമ്മൾ ശ്രീരംഗത്തെ കാര്യം പറഞ്ഞില്ല, ഭൗതിക ശരീരത്തിന്റെ കാര്യം. അത് ഇത്രയും നാൾ കേടുകൂടാതെ അങ്ങനെ വല്ല മരുന്നോ അങ്ങനെ വല്ല ഇട്ട് വെക്കുന്നതാണോ അത്? അത് ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കർപ്പൂരം എന്ന് പറയുന്ന ആ കർപ്പൂരം കൊണ്ട് ഒരു ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം അതിൽ ചെയ്യുന്നുണ്ട്. മണ്ണ് അതെന്താണെന്ന് ആ രഹസ്യം ഇന്ന് ആർക്കും അറിയില്ല. അവിടെ സ്ഥിരമായിട്ട് മണ്ണ് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആ ശരീരത്തിന് ഒരു പൊട്ടലോ പോറലോ ഒന്നും വന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് കറുത്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മണ്ണ് പ്രശ്നവും അങ്ങനെ പോയാൽ കാണാവുന്നതാണ്. ഹരേഷ ശരി. പ്രഭുജി, മണ്ണും ഹരേ ഉണ്ട്. കൃഷ്ണ. അത്